അപ്പോൾ അടുത്തതായിട്ടുള്ള ഡൗട്ടാണ് നമുക്ക് ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യുന്ന സമയത്ത് മുട്ട കഴിക്കാൻ പറ്റുമെന്നില്ല, അല്ലെങ്കിൽ മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടൂലേ, അതൊക്കെ റിസ്ക് അല്ലേ എന്നുള്ളത്. മുട്ട നിങ്ങൾക്ക് 1, 2, 3 ഒക്കെ കഴിക്കാൻ പറ്റും. മുട്ട മഞ്ഞയോടൊക്കെ തന്നെ കഴിക്കാൻ പറ്റും. മുട്ടൻ്റെ മഞ്ഞ കഴിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടില്ല. കാരണം മഞ്ഞ എന്ന് പറഞ്ഞാൽ അത് കൊളസ്ട്രോൾ കൂട്ടുന്ന സാധനമല്ല, ഒരുപാട് വൈറ്റമിൻസ് ഉള്ള സാധനമാണ്. അപ്പോൾ കഴിക്കുകയാണെങ്കിൽ വെള്ളം മാത്രം കഴിക്കുന്നതിന് പകരം വെള്ളയും മഞ്ഞയും ഉൾപ്പെടുത്തിയിട്ട് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. പക്ഷേ ഈ എഗ്ഗ് അല്ലെങ്കിൽ മുട്ട കഴിക്കുന്ന സമയത്ത് 1-2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ മുട്ട പുഴുങ്ങി, അതായത് ബോയിൽ ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനൊന്നുമില്ല. പക്ഷേ നമ്മൾ ഓംലേറ്റ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾ ഒരുപാട് ബട്ടർ യൂസ് ചെയ്തിട്ട് മുട്ട ഫ്രൈ ചെയ്യുക അല്ലെങ്കിൽ ഓംലേറ്റ് പോലത്തെ റെസിപ്പീസ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഷുഗർ നന്നായിട്ട് കൂടിയതായിട്ടും ഒരുപാട് പേര് നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ അത് മുട്ട കഴിക്കുന്നതുകൊണ്ടല്ല, പക്ഷെ മുട്ട ഓംലേറ്റൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ട് ബട്ടർ ഒരുപാട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കാരണം നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടാനും യൂറിക് ആസിഡ് കൂടാനും ഷുഗർ കൂടാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ മുട്ട കഴിക്കുന്ന സമയത്ത് ഈ ഒരു പോയിന്റ്, ഈ ബട്ടർ ആഡ് ചെയ്യുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. അതല്ലാതെ ഓംലേറ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഉപ്പ് ആഡ് ചെയ്യാം, കുരുമുളക് സ്പ്രിങ്കിൾ ചെയ്യുന്നതുകൊണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ ബട്ടർ ഒരുപാട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഉറപ്പ് വരുത്തേണ്ടതുണ്ട്.